ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ 2ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. തിരുഹൃദയം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് നാം കണ്ടു കഴിഞ്ഞു. കാത്തിരിക്കുന്ന ഹൃദയത്തിൻ്റെ അടുക്കലേക്ക് എന്നെയും നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഈശോ നമ്മുടെ ഒപ്പം വസിക്കുമ്പോൾ, ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവൻ എന്താണ് നമ്മോട് ആവശ്യപ്പെടുക? എന്താണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നാം പഠിക്കേണ്ടത്? എനിക്കറിയാം, എല്ലാ കുടുംബങ്ങളിലും സാധിക്കുന്നിടത്തോളം പണ്ടുകാലങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും നിശ്ചയമായും തിരുഹൃദയ ജപമാല ചൊല്ലി നാം പ്രാർത്ഥിച്ചിരുന്നു. അതിലിപ്രകാരം നാം പ്രാർത്ഥിക്കും: ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കി മാറ്റണമേ എന്ന്. തിരുഹൃദയത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും മാതാപിതാക്കളുമൊക്കെ ആവർത്തിച്ചുരുവിട്ട ഈ ദിവ്യ സുഹൃതം നമ്മോട് ഈശോ തന്നെ പഠിപ്പിച്ചു തന്നതാണ്. നാം പഠിക്കേണ്ടതും നാം ആയിത്തീരേണ്ടതും എന്താണെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈശോ തൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച്, തൻ്റെ ഹൃദയത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വചനഭാഗം. തൻ്റെ ഹൃദയം എടുത്തു വെച്ചുകൊണ്ട് അവൻ പറയുകയാണ്: ഞാൻ ഇപ്രകാരമാണ്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇതാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. അതിനെ ഹെഡിങ് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്: ക്ലേശിതർക്ക് ആശ്രയം. ക്ലേശം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിന് ആശ്രയമേകിക്കൊണ്ട് അവൻ പറയുകയാണ്: ഇതാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്നത്, നീ ഇതാണ് സ്വീകരിക്കേണ്ടത്, ഇതാണ് നീ ജീവിക്കേണ്ടത്. 25 മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരം നാം കാണും: യേശു ഉദ്ഘോഷിച്ചു: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതെ പിതാവേ, ഇപ്രകാരമായി നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവ് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വചനം ഞാനും നിങ്ങളും ചിന്തിക്കുന്ന വചനമാണ്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. തിരുഹൃദയം നമ്മോട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇപ്രകാരം പ്രാർത്ഥിക്കണം: ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയം പോലെ ആക്കി തീർക്കണമേ. കർത്താവിൻ്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയമാക്കി തീർക്കണമേ എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ 2 വലിയ പ്രത്യേകതകളാണ്: എളിമയും ശാന്തതയും. ഹൃദയ ശാന്തതയും എളിമയും. വിനയം, എളിമ, ശാന്തത, അതാണ് അവൻ്റെ ജീവിതത്തിലുള്ളത്. കുരിശിൽ പോലും ശാന്തനായി മരിച്ച ഒരീശോ, അലമുറയിട്ട് കരയാതെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ തന്നെ വേദനിപ്പിച്ചവരോടും ക്ഷമിച്ചുകൊണ്ട് മുഴുവൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ച സമർപ്പണത്തിൻ്റെ ശാന്തതയുള്ള തിരുഹൃദയം ഇന്ന് എന്നോടും നിങ്ങളോടും പറയുകയാണ്: ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എന്നോടും നിങ്ങളോടും ശാന്തതയോടെ വ്യാപരിക്കാൻ ആ തിരുഹൃദയം ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം ശാന്തതയോടെ വ്യാപരിക്കാൻ എന്നെയും നിങ്ങളെയും വിളിക്കുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കിയാൽ കോപപ്രകൃതിയിൽ പലപ്പോഴും നാം മുന്നിട്ട് നിൽക്കുന്നു. എളിമയോടെ ഒരു വാക്ക് പറയാൻ നമുക്ക് പറ്റുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കീഴ്പ്പെട്ടിരിക്കാൻ ഇഷ്ടമില്ലാതെ എപ്പോഴും പ്രതികരിച്ചു പോകുന്ന അവസ്ഥകൾ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ പ്രതികരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധയും നന്മയും നഷ്ടപ്പെടുത്തുന്ന ഒരു മാനുഷിക പ്രകൃതിയിലേക്ക് പലപ്പോഴും നമ്മൾ തഴന്താണ് പോയിരിക്കുന്നു. എന്നാലും ഈശോ നമ്മോട് പറയുകയാണ്: എൻ്റെ ഹൃദയ തിരുനാൾ ആഘോഷിക്കാൻ നീ ഒരുങ്ങുമ്പോൾ നീ ഒരു നന്മ പരിശീലിക്കണം. എന്താണത്? ശാന്തതയുള്ള ഹൃദയത്തിൻ്റെ ഉടമയായി മാറണം. നിന്റെ ജീവിതത്തിൽ കുരിശിൻ്റെ നിശബ്ദത സ്വന്തമാക്കാൻ നിനക്ക് പറ്റുമോ? അതെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയം
നിശബ്ദതയുടെ ഹൃദയമായിരുന്നു, ശാന്തതയുടെ ഹൃദയമായിരുന്നു. നിശബ്ദതയുള്ള ഹൃദയത്തിൽ ധ്യാനമുണ്ട്, ആ ജീവിതത്തിന് ജ്ഞാനമുണ്ട്. കുരിശിൻ്റെ ജ്ഞാനം, കുരിശിൻ്റെ വെളിപാട് അതെനിക്ക് കിട്ടണോ? ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും ഞാൻ ശാന്തതയോടെ വ്യാപരിച്ചാലേ എനിക്കത് കിട്ടൂ. എന്നെ ഒന്ന് പറഞ്ഞവരോട് രണ്ട് പറഞ്ഞാൽ അവിടെ നിശബ്ദതയില്ല, അവിടെ ജ്ഞാനമില്ല, അവിടെ വെളിപാടില്ല. ഇന്ന് പലപ്പോഴും പല ജീവിതങ്ങളിലും ജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് പാപത്തിലേക്ക് കൂപ്പുകുത്തി എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ അധപതിച്ചിരിക്കുമ്പോൾ, ഈ തിരുഹൃദയ തിരുനാളിലേക്ക് ഞാൻ ഒരുങ്ങുമ്പോൾ ഈശോയോട് പറയണം, ഈശോയെ എൻ്റെ ഹൃദയം ശാന്തതയുള്ളതാക്കി മാറ്റണമേ എന്ന്. ഈ വചനഭാഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, വചനം നമ്മൾ കേൾക്കുമ്പോൾ യേശു ഉദ്ഘോഷിച്ചു എന്നാണ് 25-ാമത്തെ വചനത്തിൻ്റെ ആദ്യഭാഗം. ശിശു ഹൃദയം സന്തോഷിക്കുകയാണ്, തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് വചനം പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാർ വിവേകിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ശിശുവിന് അനുഗ്രഹം കൊടുക്കുന്ന അപ്പനെ സ്തുതിക്കുകയാണ് ഈശോയുടെ ഹൃദയം. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. എന്നിട്ടോ ഈശോ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഇഷ്ടം ഇതാണ്. ശിശുവിന് എന്താണ് പ്രത്യേകത? ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ അത് ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കും. അത് ഞാനും നിങ്ങളും ഭക്ഷണം കൊടുത്താൽ കഴിക്കും, കുളിപ്പിച്ച് അത് കുളിക്കും, അതിനെ കിടത്തി ഉറക്കിയാൽ അത് ഉറങ്ങും. സ്വയമേ ഒന്നും ചെയ്യാൻ അതിന് പറ്റില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയത്തിലാണ് ഈ ശാന്തതയുള്ളൂ, ശിശു മനോഭാവമുള്ളൂ. ഈശോ അത് പറയുമ്പോൾ ഈ ശാന്തതയിലേക്കും എളിമയിലേക്കും എന്നെ വിളിക്കുമ്പോൾ ആദ്യമേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഈ ശിശു സഹജമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ കേട്ടുള്ളൊരു പിക്ചറുണ്ട്. എന്താണ്? ചീറിയടിക്കുന്ന തിരമാല. ആ തിരമാലകൾക്ക് നടുവിലും കടലിൻ്റെ ഭിത്തിയിൽ ഒരു കൊച്ചു പക്ഷി ഒട്ടും ഭയമില്ലാതെ അവ ശാന്തനായിരിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രം പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്, പറഞ്ഞെങ്കിൽ കേട്ടിട്ടുണ്ട്. അതാണ് ശാന്തത എന്ന് പറയുക. ചുറ്റോട് ചുറ്റും തിരമാലകൾ ആഞ്ഞടിക്കുന്നു, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും ഈ ജീവിതത്തിൽ വലിയ ദൃഢവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റിയാൽ ശാന്തതയുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീ എനിക്ക് അയച്ച മെസ്സേജ് ഇപ്രകാരമാണ്, സിസ്റ്ററെ, ഈ വിവാഹ ജീവിതം ഞാൻ മടുത്തു കഴിഞ്ഞു, ഇനി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷങ്ങൾ പൂർത്തിയായി, 2 കൊച്ചുകുട്ടികൾ എനിക്കുണ്ട്. എന്നാൽ പലപ്പോഴും സ്നേഹിക്കുന്ന ഭർത്താവെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും സ്നേഹമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങി പെട്ടിയൊക്കെ എടുത്ത് അടുക്കി വെച്ചു. പക്ഷേ ഒരു പെട്ടി കൊണ്ടുപോകാൻ അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം പോയി കഴിഞ്ഞ് ഞാൻ ആ പെട്ടി ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ആ പെട്ടിക്കകത്ത് നിറയെ സ്ത്രീകളുടെ വേഷങ്ങളാണ് ഞാൻ കണ്ടത്. പിന്നീട് അങ്ങോട്ട് ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ ഭർത്താവിന് വികലമായൊരു സ്വഭാവമുണ്ട്. ക്രോസ് ഡ്രസ്സിങ്, സ്ത്രീകളുടെ വേഷം ധരിച്ച് യാത്ര ചെയ്യുക, സ്ത്രീയായി പെരുമാറുക എന്നത് തിരിച്ചറിഞ്ഞപ്പോൾ ചങ്കു പൊട്ടിപ്പോയി. അഗാധമായ വെറുപ്പ് എനിക്ക് തോന്നി. ഇപ്പോൾ തന്നെ ഡിവോഴ്സ് വേണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ചങ്കുപൊട്ടി കരഞ്ഞു രാത്രിയിൽ എപ്പോൾ ഉറങ്ങി. എന്നാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ, പ്രതികാരം ചെയ്യുന്ന ചിന്തയോടെ ഞാൻ ഉറങ്ങിയെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുകയാ, വെറുപ്പ് കൊണ്ട് നിന്റെ ഭർത്താവിനെ തിരിച്ചു പിടിക്കാൻ നിനക്ക് പറ്റില്ല. ഇത്രയും നാൾ സ്നേഹിച്ചതിനേക്കാൾ 100 ഇരട്ടി നീ അവനെ സ്നേഹിച്ചാൽ, ശാന്തതയോടെ നിന്നുകൊടുത്താൽ, ചോദ്യങ്ങൾ ചോദിക്കാതെ നിന്നുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ നിനക്ക് അവനെ കിട്ടുമെന്ന്. സിസ്റ്ററെ, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പക്ഷെ എനിക്ക് പ്രാർത്ഥന വേണമെന്ന് ആ സ്ത്രീ ആവശ്യപ്പെട്ടത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശാന്തത എന്ന് പറയുക. ശാന്തത എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഉള്ള എൻ്റെ മനസ്സിൻ്റെ ഭാവമല്ല ശാന്തത. മറിച്ച് എൻ്റെ ചുറ്റോട് ചുറ്റും കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും തകർച്ചകൾ വരുമ്പോഴും എനിക്ക് ശാന്തതയോടെ വ്യാപരിക്കാൻ എൻ്റെ മനോധൈര്യം എനിക്കുണ്ട് എങ്കിൽ ഞാൻ ശാന്തതയുള്ള വ്യക്തിയാണ്. അതാണ് ഈശോയുടെ തിരുഹൃദയം കുരിശിൽ കാണിച്ചു തന്നത്. അവൻ ഒറ്റപ്പെട്ടപ്പോഴും, കുരിശിൽ അവൻ ഒറ്റപ്പെട്ടപ്പോഴും അവൻ പ്രതികരിച്ചില്ല. ശക്തിയില്ലാഞ്ഞിട്ടല്ല,
കഴിവില്ലാഞ്ഞിട്ടല്ല, ഉത്തരം കിട്ടാഞ്ഞിട്ടല്ല, മറിച്ച് ദൈവത്തിലുള്ള ആഴപ്പെട്ട വിശ്വാസത്തോടെ അവൻ കുരിശിൽ കിടന്നു. പ്രിയപ്പെട്ടവരെ, അതെ, നിന്റെയും എൻ്റെയും ജീവിതം സ്വർഗമറിയാതെ പോകുന്നില്ല. 139 സങ്കീർത്തനത്തിൽ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നടക്കുന്നതും കിടക്കുന്നതും ഒരു വാക്കെൻ്റെ നാവിൽ ഉത്തിക്കും മുമ്പേ അതുപോലെ പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വ്യക്തമായി സങ്കീർത്തകൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഈ കൊടുങ്കാറ്റും അവനറിയാതെ സംഭവിച്ചിട്ടില്ല. അവനറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവൻ ദൃഢമായ വിശ്വാസത്തോടെ ശാന്തതയോടെ വ്യാപരിക്കണമെന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് പഠിക്കേണ്ട ഒരു കാര്യമാണത്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ സമയത്ത് പല ജീവിതങ്ങളും ശാന്തത പോലും നഷ്ടപ്പെട്ട് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലുണ്ട്. അവരോടും ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഈശോ പറയുകയാണ്, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പിതാവ് അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ ഈശോ നിശബ്ദനായതുപോലെ ജീവിതത്തിൽ നിശബ്ദത കൈവരിക്കാൻ ഈശോ നിന്നെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ശാന്തത. ഇനി എളിമ എന്താണ് പ്രിയപ്പെട്ടവരെ? എളിമ എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരാൾക്ക് മുകളിലേക്ക് കയറാനുള്ള ശ്രമമല്ല, മറിച്ച് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു മനോഭാവം. എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ എനിക്ക് ചെറുതാകാൻ അവസരങ്ങളുണ്ടോ അവിടെയൊക്കെ ചെറുതാകാൻ. കൊച്ചു ത്രേസ്യയെ കുറിച്ച് ഇപ്രകാരം പറയും, കൊച്ചു ത്രേസ്യയെ പോലെ കൊച്ചായിരിക്കാൻ. അതെ പ്രിയപ്പെട്ടവരെ, 24 വയസ്സുള്ള സിസ്റ്ററും കൊച്ചു ത്രേസ്യ കന്യാസ്ത്രീ പറഞ്ഞു, കൊച്ചു ത്രേസ്യയെ പോലെ കൊച്ചായിരിക്കണം. അതെന്താണ്? ശിശു എളിമപ്പെടുന്ന അവസ്ഥ. തൻ്റെ ജീവിതത്തിൽ പലരും അവനെ കുറ്റപ്പെടുത്തിയപ്പോഴും അവൾ കീഴ്പ്പെട്ടിരിക്കാൻ തയ്യാറായി. കീഴ്പ്പെട്ടിരുന്നാലേ കൃപയുള്ളൂ. ഇതല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞു, വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് സ്വർഗം ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ട് തിരുഹൃദയത്തെ കാണിച്ചു കൊടുത്തു. തിരുഹൃദയം പറയുകയാണ്, ഇതെല്ലാം നീ എഴുതി വെക്കണം, നീ ഇതുപോലെല്ലാം വരയ്ക്കണം, എനിക്ക് പ്രതിസ്നേഹം നൽകണം എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ അവൾ തൻ്റെ സുപ്പീരിയറോട് പറയുമ്പോൾ സുപ്പീരിയർ ആദ്യം അത് വകവയ്ക്കില്ല. അവളെ തള്ളി മാറ്റിക്കൊണ്ട് പല ദുഷ്പ്രചരണങ്ങൾക്കെതിരെ വരുമ്പോൾ വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാത്ത സിസ്റ്ററിന് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു വെക്കുമ്പോഴും അവൾ ഒന്നും ഈശോ പറഞ്ഞതുപോലെ സുപ്പീരിയർ പറഞ്ഞത് കേട്ട് അവൾ നിശബ്ദത പാലിച്ചു, കീഴ്പ്പെട്ടിരുന്നു. കീഴ്പ്പെട്ടിരിക്കുമ്പോഴാണ് കൃപയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ കീഴ്പ്പെട്ടിരിക്കാൻ ദൈവം നിനക്ക് അവസരം തരുന്നോ, ഭാര്യയെങ്കിൽ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം, ഭർത്താവെങ്കിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ കീഴ്പ്പെട്ടിരിക്കണം. കീഴ്പ്പെട്ടിരുന്നാൽ ആ എളിമയിൽ ദൈവം പ്രസാദിക്കും. മാർഗരറ്റ് മേരി അലക്കോക്ക് കീഴ്പ്പെട്ടിരുന്നപ്പോൾ ഇന്നവളെ ലോകം തിരുഹൃദയ പ്രേക്ഷിതയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അവളുടെ ജീവിതത്തിലുണ്ടായതുകൊണ്ടാണ്. എന്നോടും നിങ്ങളോടും ഈശോ പറയുന്ന 2 കാര്യങ്ങൾ, എളിമയും ശാന്തതയും. ഇതെത്രമാത്രം എനിക്ക് ജീവിക്കാൻ പറ്റുന്നെന്ന് ശരിക്കും ഒന്ന് ധ്യാനിക്കണം പ്രിയപ്പെട്ടവരെ. അനുദിന ജീവിതത്തിൽ അത് ധ്യാനിച്ചേ പറ്റൂ. ഈ എളിമ എന്ന് പറയുന്നത് എന്നിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ആത്മദാനമാണ്, അല്ലെങ്കിൽ എന്താണ്, ശൂന്യവൽക്കരണമാണ്. എളിമയുള്ള വ്യക്തിക്ക് ശൂന്യവൽക്കരണം സാധ്യമാണ്. എളിമയുള്ള വ്യക്തിക്ക് ആത്മദാനം ചെയ്യാൻ സാധ്യമാണ്. അതാണ് ഈശോ നമ്മെ വീണ്ടും പഠിപ്പിച്ചത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഈശോയുടെ ഹൃദയത്തിൻ്റെ ഭാവം അവൻ്റെ മനോഭാവമായി രേഖപ്പെടുത്തിക്കൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് അവിടെ അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും, 2-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ നാം കാണും, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അതെ, കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവിടുന്ന് അവന് നൽകി. അതേ പ്രിയപ്പെട്ടവരെ, എളിമയുള്ളവർക്ക്, കീഴ്പ്പെട്ടിരിക്കാൻ മനസ്സാകുന്നവർക്ക്, ശൂന്യവൽക്കരിക്കാൻ തയ്യാറാകുന്നവർക്ക് സ്വർഗം തരുന്ന സമ്മാനമെന്ന് പറയുക ഉയർച്ചയാണ്, കൃപയാണ്, പരിശുദ്ധിയാണ്, ഉന്നതങ്ങളിലെ അനുഗ്രഹമാണ്. കുരിശിൽ നിശബ്ദനായ ഈശോ
ഉത്ഥാനത്തിൻ്റെ സന്തോഷം അനുഭവിച്ചെങ്കിൽ അതുപോലെ എൻ്റെ ഈശോയുടെ സന്തോഷത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കണമെങ്കിൽ തിരുഹൃദയം പഠിപ്പിക്കുന്ന ശാന്തതയിലേക്കും തിരുഹൃദയം പറഞ്ഞു തരുന്ന എളിമയിലേക്കും ഞാനും നിങ്ങളും പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എളിമയുടെ പാത അത് എത്രമാത്രം എനിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയെന്ന് ആഴത്തിലൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എളിമപ്പെടുന്നവർക്ക് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുക തന്നെ ചെയ്യും. നിന്നുകൊടുത്താൽ പ്രിയപ്പെട്ടവർ, എളിമയില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എളിമയില്ലാത്തവരാരും പ്രാർത്ഥിക്കില്ല. പ്രാർത്ഥന സ്വർഗത്തിൽ സ്വീകാര്യമാവില്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ താൻ ചെറിയവനാണെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴേ അവന് ദൈവത്തിൻ്റെ കൃപ കിട്ടൂ. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് താൻ ചെറിയവനാണെന്ന് എളിമയോടെ പറഞ്ഞൊരു വ്യക്തിയെ നാം കാണും ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നൊരു വ്യക്തിയുണ്ട്. 2 പേര് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരു ഫരിസായനും ഒരു ചുങ്കക്കാരനും. ഫരിസായൻ്റെയും ചുങ്കക്കാരൻ്റെയും മനോഭാവത്തിൽ നാം തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. എളിമ എവിടെ അവൻ അഹങ്കാരം. ഫരിസായൻ്റെ ജീവിതത്തിൽ അഹങ്കാരവും ചുങ്കക്കാരൻ്റെ ജീവിതത്തിൽ എളിമയും നാം കാണും. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ വചനങ്ങളിൽ നാം കാണുന്ന ഇപ്രകാരമാണ്. 2 പേരും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി. എന്നാൽ 11-ാമത്തെ വചനത്തിൽ നാം കാണും, ഫരിസായൻ നിന്നുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായി മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്നതിൻ്റെ സകലത്തിൻ്റെ ദശാംശം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെന്തിൻ്റെ പ്രത്യേകതയാ? അവൻ ദൈവത്തെ അംഗീകരിച്ചില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അവൻ ദൈവത്തോട് തൻ്റെ അവകാശങ്ങൾ ഉന്നയിക്കുകയാണ്. ഞാൻ ഇപ്രകാരമൊക്കെ ചെയ്തു. അത് എളിമയല്ല, അത് അഹങ്കാരമാണത്. എന്നാൽ പാപി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ ആ ഫരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് അടുത്ത വചനം, എന്തെന്നാൽ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുകയും ചെയ്യും. അതെ പ്രിയപ്പെട്ടവരെ, കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അംഗീകരിക്കുക, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു അതിൻ്റെ രഹസ്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ ശാന്തശീലൻ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കുരിശിൻ്റെ നിശബ്ദത. എളിമയുള്ള വ്യക്തി സ്വയം തന്നെ താഴ്ത്തുമ്പോൾ കർത്താവ് അവൻ്റെ ജീവിതത്തെ ഉയർത്താൻ തുടങ്ങി. ഈശോ തന്നെ പറഞ്ഞതാണ്, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പോൾ തിരുഹൃദയം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരുഹൃദയം നിന്നോട് പറഞ്ഞു, നീ എന്നിൽ നിന്ന് ശാന്തത പഠിക്കണം, എന്നിൽ നിന്ന് എളിമ പഠിക്കണം. എന്നിൽ നിന്ന് എളിമയും ശാന്തതയും നീ പഠിച്ചാൽ, ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയം പോലെ നിന്റെ ഹൃദയം മാറ്റുവാൻ നീ ആഗ്രഹിച്ചാൽ നിന്റെ ജീവിതം സ്വർഗത്തിന് വിലപ്പെട്ടതായി മാറും, സ്വർഗം വിലമതിക്കുന്നതായി മാറും. നീ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. നീ താഴേക്കില്ല, നിനക്ക് താഴ്ചയില്ല, ഉയർച്ച മാത്രം. പ്രിയപ്പെട്ടവരെ, ഇവത്തെ തെറ്റിദ്ധാരണകൾ ഏറെ വരുമ്പോൾ നിശബ്ദതയോടെ നിന്നാൽ പിറ്റേന്ന് അനുഗ്രഹം തേടി വരുന്നത് 1 അല്ല 1000 തവണ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഉറക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ആരംഭത്തിൽ ഒരു കൊച്ചു ശുശ്രൂഷയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ പുറത്തുനിന്ന് കുറച്ച് ആളുകൾ വന്നപ്പോൾ എൻ്റെ മണങ്കാർ ഒത്തിരി സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു. എന്നെ പറ്റുന്ന പോലൊക്കെ എനിക്ക് പറഞ്ഞു കൊടുത്ത് റെക്കോർഡ് ചെയ്ത് പോകാനിറങ്ങുമ്പോൾ ഞങ്ങളുടെ മഠവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് മഠത്തിലേക്ക് കയറി വന്നു. വൈകുന്നേരം 7 മണിക്ക് ആ മനുഷ്യൻ എന്നെ അവരുടെ മുമ്പിലിട്ട് കുറേ അധികം ചീത്ത പറഞ്ഞു. പറയാത്തതൊന്നുമില്ല, ഒരുപാട് ചീത്ത പറഞ്ഞ് ഒരുപാട് എന്നെ സങ്കടപ്പെടുത്തി. ഞാൻ കുറേ അധികം കരഞ്ഞു. ആ മനുഷ്യനോട് സോറി ചോദിച്ച് റെക്കോർഡ് ചെയ്യാൻ വന്ന ആളുകളെ പറഞ്ഞു വിട്ടു. എന്നാൽ അന്ന് എൻ്റെ ജീവിതത്തിൽ സ്വർഗം വലിയൊരു കൃപ വെച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ ശുശ്രൂഷ വഴികളിൽ സ്വർഗം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ചെറുതല്ല, വലുതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കീഴ്പ്പെട്ടിരിക്കുമ്പോൾ പറയാൻ എനിക്ക് അവകാശമുണ്ട്, കാരണം എൻ്റെ മഠത്തിൻ്റെ മുമ്പിലാണ്. എൻ്റെ സുപ്പീരിയറിൻ്റെ അധികാരത്തോടെയാണ് റെക്കോർഡ് ചെയ്തത്. പക്ഷേ ഈ മനുഷ്യൻ അധികാരത്തോടെ ഇപ്രകാരം ചീത്ത പറഞ്ഞപ്പോൾ നിശബ്ദതയോടെ നിന്നപ്പോൾ ആ മനുഷ്യനും എൻ്റെ മുമ്പിൽ വന്ന് സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അഹങ്കാരം കൊണ്ട് പറയുകയല്ല. താഴ്ത്തപ്പെട്ടിരുന്നാൽ, കീഴ്പ്പെട്ടിരുന്നാൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഹൃദയത്തെ നീ കാണും. നിശ്ചയമായും അത്ഭുതങ്ങളുടെ വാതിലുകൾ
നിന്റെ മുമ്പിലേക്ക് ഈശോ ഇട്ടുതരും. എത്രമാത്രം താഴ്ത്തപ്പെടുന്നോ, എത്രമാത്രം എളിമപ്പെടുന്നോ, അത്രമാത്രം ഉയരപ്പെടാൻ നീ തയ്യാറാകും. തിരുഹൃദയം തരുന്ന കൃപ അതുമാത്രമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളിലെ ഒരുക്കദിനത്തിന്റെ 2ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ശാന്തതയിലേക്ക് ഒന്നാഴപ്പെട്ടിറങ്ങാൻ ഈശോയോട് കൃപ ചോദിക്കണം. ഈശോയോട് കൃപ ചോദിച്ചാൽ ഈശോ നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സന്യാസി സമൂഹത്തിലെ സ്ഥാപകനായ ധന്യൻ കദലിക്കാട്ടി മത്തായച്ചന്റെ സ്വപ്നമായിരുന്നു തിരുഹൃദയ സന്യാസി സമൂഹം സ്ഥാപിക്കണമെന്നും അനാഥർക്കും ആകുലർക്കും വേണ്ടി ഒരു അനാഥ മന്ദിരം സ്ഥാപിക്കണമെന്നും. എന്നാൽ ഒരു പാവപ്പെട്ട വൈദികൻ, ഒരു ഇടവക വൈദികന് അത് സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല. എന്നാലും പാവപ്പെട്ട മനുഷ്യരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇതൊന്നും നടപ്പിലാവില്ല, ഇതൊന്നും ശരിയാകത്തില്ല, ഇതൊക്കെ എങ്ങനെ നടത്താനാ? അന്ന് രാത്രിയിൽ ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ പോയി മുട്ടുകുത്തി ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ മനുഷ്യനോട് ഈശോയുടെ സ്വരം ഇപ്രകാരം പറഞ്ഞെന്ന് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിന്റെ കാര്യമല്ല, അതുകൊണ്ട് എല്ലാം മെത്രാനച്ഛൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക. ഒറ്റ സ്വരമാണ് അദ്ദേഹം കേട്ടത്. അന്ന് അദ്ദേഹം കീഴ്പ്പെട്ടിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ മരണ ദിവസം തന്നെ എല്ലാത്തിനുമുള്ള കാനൂനിക അംഗീകാരം കിട്ടി. സ്വർഗം ഇന്ന് തിരുഹൃദയ സന്യാസി സമൂഹത്തെ ഒത്തിരി വലുതാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ വൈദികന്റെ കീഴ്പ്പെട്ടിരിക്കലിൻ്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതുപോലെ എനിക്കും നിങ്ങൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയുടെ തിരുഹൃദയം തന്നിട്ടുണ്ട്, തരാൻ പോവുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പഠിക്കേണ്ടത് എളിമയാണ്, ശാന്തതയാണ്, വിനയമാണ്. ഈശോയുടെ തിരുഹൃദയമേ, എനിക്കത് തരണമേ എന്ന് പറയണം. ഈശോയുടെ തിരുഹൃദയം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എന്നിൽ നിന്ന് പഠിക്കണം, എൻ്റെ നുകം വഹിക്കണം. എൻ്റെ നുകം വഹിക്കണം എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയം വഹിച്ച നുകം എന്താണ് പ്രിയപ്പെട്ടവരെ? ഈശോയുടെ തിരുഹൃദയം വഹിച്ച നുകം എന്താണ്? ആ തിരുഹൃദയത്തിന് ആ നുകം ഭാരമേറിയതായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പിതാവ് അവൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഒരു നുകം വെച്ചു കൊടുത്തു. എന്താണ്? മനുഷ്യരക്ഷ സാധിക്കുക എന്ന നുകം. അതേറെ എളുപ്പമുള്ള നുകമായിരുന്നില്ല. കുരിശ് മരണത്തിലൂടെ സാധ്യതമാക്കേണ്ട, കുരിശ് യാത്രയിലൂടെ പൂർത്തിയാക്കേണ്ട ഒരു വലിയ നുകം, പ്രയാസമേറിയ ഗാഗുൽത്തായിലേക്കുള്ള വഴി, അത് പിതാവ് വെച്ചു കൊടുത്തതാ. അതിനുവേണ്ടി ഈശോ വെമ്പൽ കൊണ്ടു. നിങ്ങളോടുകൂടെ ഈ അത്താഴം ഭക്ഷിക്കാൻ എത്രയോ ആഗ്രഹിച്ചു, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് എത്രയും പെട്ടെന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നൊരു ഈശോയെ നമ്മൾ കാണും. നുകം സ്വർഗം വെച്ച നുകം, അത് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോ. കുരിശിന്റെ യാത്രയിൽ ഈ കുരിശ് ചുമക്കാൻ ശിമിയോൻ ഏതാനും നിമിഷങ്ങൾ വരും. എന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അത് മേടിച്ച് അത് ചുമക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില കുടുംബ ജീവിതത്തിൽ ഉത്തരവാദിത്തമായിരിക്കും ഈശോ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന നുകം. ചിലപ്പോൾ ചില ജോലി മേഖലകളിൽ നിങ്ങൾ വ്യാപരിച്ച് അവർ കീഴിലുള്ളവരെല്ലാം നോക്കുക എന്നായിരിക്കും നുകം. ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എംപ്ലോയികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറുടെ ബോസിന്റെ കീഴിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന സർവ്വ അടിമപ്പണിയും ചെയ്യുകയായിരിക്കും നുകം. ഇതൊരു നുകമാണ്. പക്ഷെ ഈ നുകം രക്ഷയ്ക്കുള്ളതാണ്, കുടുംബജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ളതാണ്. അപ്പോൾ ഈ മേഖലയെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ കൃപ സ്വീകരിക്കാൻ, ഈ നുകം എന്താണെങ്കിലും ആ നുകം സന്തോഷത്തോടെ സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ട മക്കളെ, അത് ഈശോയുടെ കുരിശിനോട് അങ്ങ് ചേർത്ത് വെച്ചാൽ ഈശോ പറയുകയാണ്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. പ്രിയപ്പെട്ട മക്കളെ, അതാണ് ഈശോയുടെ തിരുഹൃദയം പറഞ്ഞത്. ഈശോയുടെ തിരുഹൃദയത്തിൽ നാൾ ഒരുക്കത്തിൻ്റെ 2ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചപ്പോൾ ഈശോയുടെ തിരുമുമ്പിൽ നമുക്കൊന്ന് കൈകൾ കൂട്ടിപ്പിടിക്കാം. കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടയ്ക്കാം. ഈശോയുടെ തിരുഹൃദയമേ, ഞാനും നിങ്ങളും ചൊല്ലി പഠിച്ചിട്ടുള്ള സുഹൃദയമാണ് ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ വലിയ ക്ഷമ, എളിമ, ശാന്തത, വിനയം തരണേ കർത്താവേ. പറ്റുന്നില്ല കർത്താവെ കീഴ്പ്പെട്ടിരിക്കാൻ. ഞങ്ങളുടെ മനസ്സിൻ്റെ തലങ്ങളെ ആത്മാവിൽ ശുദ്ധീകരിക്കാൻ, ശൂന്യവൽക്കരിക്കാൻ പറ്റുന്നില്ല കർത്താവെ. വീണുപോകുന്ന അവസ്ഥകൾ ഞങ്ങൾക്കുണ്ട്. എൻ്റെ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾക്ക് ശൂന്യവൽക്കരണത്തിൻ്റെ പാത പകർന്നു തന്നുകൊണ്ട് എളിമയോടെ ശാന്തതയോടെ ഒരു ഹൃദയം നിനക്ക് കാഴ്ചവെക്കാൻ ഈ ദിനങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.